2025 ജനുവരി മുതൽ മെയ് 30 വരെ 25 പേര് മരിച്ചിട്ടുണ്ട്. അതിൽ 2 പേര് ടൈഗർ, 19 പേര് ആന. നമ്മളൊരു കഴിഞ്ഞ വർഷത്തെ എടുക്കുമ്പോഴത്തേക്കും കുറവാണ്. പക്ഷേ ഈ ഒരു ഷോർട്ട് പീരീഡിൽ കഴിഞ്ഞ ഒരു 6 മാസത്തിനിടയ്ക്ക് ഒരുപാട് മരണങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് കൂടുന്ന എന്തെങ്കിലും ഒരു ഇത് കാണുന്നുണ്ടോ? കോൺഫ്ലിക്റ്റ് അങ്ങനെ ഞാനത് പറഞ്ഞില്ല. അങ്ങനെ നമുക്കൊരു വളരെ ചെറിയൊരു പീരീഡ് വെച്ചിട്ട് നമുക്കൊരു ആപേക്ഷികമായിട്ട് അങ്ങനെ നമുക്കത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഈ ഉദ്ധരിച്ച കണക്കുകൾ ഒരു 2011 തൊട്ടുള്ള ഒരു ട്രെൻഡാണ് നമ്മൾ പറഞ്ഞത്. പ്രാദേശികമായിട്ട് ഇപ്പോൾ ഒരു വർഷം വല്ലാത്ത ഒരു വരൾച്ച ഉണ്ടാകുന്നൊരു വർഷം, തീർച്ചയായിട്ടും അനിമലുകളുടെ സഞ്ചാരത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഒരു വർഷം നല്ലപോലെ മഴ കിട്ടുന്ന ഒരു വർഷം ചിലപ്പോൾ ഒന്നുമില്ല. ഒരു വർഷം നല്ല സമൃദ്ധമായിട്ട് വേനൽക്കാലത്ത് ഇപ്പോൾ കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും ഒക്കെ പ്രദേശങ്ങളിൽ മഴ കിട്ടുകയാണെങ്കിലും അത്രയധികം മൈഗ്രേഷൻ കേരളത്തിലേക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ഒരു ചെറിയൊരു പീരീഡിനെ വെച്ചിട്ട് നമുക്കതിനെ ഒരു ജനറലൈസ് ചെയ്ത് പറയാനുള്ളത് നമ്മൾ ഇപ്പം ഗോത്രപേരിയിൽ സംസാരിച്ചപ്പോഴത്തേക്ക് ട്രൈബൽ പ്രതിനിധികൾ പറഞ്ഞത് ഇപ്പം ഫോറസ്റ്റുകാരുമായിട്ടുള്ള കോപ്പറേഷൻ കൂടിയിട്ടുണ്ടെന്നാണ്. പക്ഷേ അതിൻ്റെ അതർ സൈഡിൽ ഈ ഫാമേഴ്സ് ഓർഗനൈസേഷൻസ് ഭയങ്കരമായിട്ട് ഇപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റാഫിൻ്റെ എതിരായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫാമേഴ്സുമായിട്ടുള്ള സംഘർഷം കൂടിയിട്ടുണ്ട്. അവർ പറയുന്നത് എപ്പോഴും വൈൽഡ് ലൈഫ് ഇറങ്ങുന്നത് കൂടുന്നു. അപ്പോൾ ഈ ഫോറസ്റ്റുകാർ മൃഗങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊന്നും ചെയ്യുന്നില്ല എന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അതിനെക്കുറിച്ച് സാർ ഞാനിത് ഈ സ്പെസിഫിക് ആയിട്ടുള്ള പറഞ്ഞിട്ട് ഇതിലേക്ക് പോയാൽ മതിയാവോ? അപ്പോൾ ഒരു ഫ്ലോ വരാൻ വേണ്ടിയിട്ട് ഞാൻ പറയും. കാരണം ഇത് തീർച്ചയായിട്ടും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ്. അത് പറയാനുള്ളത് വളരെ വിശദമായിട്ട് ചരിത്രപരമായിട്ടുള്ള കാരണം കൂടി ഉണ്ട് അതിനകത്ത്. നമുക്കത് പറയുമ്പോൾ ഈ ആനയുടെ വിഷയം പറയണം, കാരണം ആനയാണ് പ്രൈമറി വിഷയം. ഞാനത് നമ്മൾ ഇതിൻ്റെ കാര്യം പറഞ്ഞു. രണ്ടാമത് ഇപ്പോൾ പുലിയല്ല കടുവ, എന്നിട്ട് ആനയിലേക്ക് വരാം. കടുവ ശരിക്കും കേരളത്തിൽ നമ്മൾ ഇന്ന് ഈ കാണുന്ന രീതിയിൽ ഒരു സംഘർഷാത്മകത കൈവരിച്ച ഒരു സ്ഥലം വയനാടാണ്. ഇപ്പോൾ നിലമ്പൂർ സംഭവം ഉണ്ടായെങ്കിലും വയനാട് തന്നെ നമുക്ക് മുമ്പിൽ നിർത്താം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, വയനാടിൻ്റെ ഒരു ജോഗ്രഫി എന്ന് വിളിക്കുന്നത് ഒരു 4500-5000 ചതുരശ്ര കിലോമീറ്റർ പരന്ന് കിടക്കുന്ന ബന്ദിപ്പൂർ, നാഗർഹോളെ കർണാടകത്തിൻ്റെ, മുതുമലൈ തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ വയനാട്. അപ്പോൾ ഇത് ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും മികച്ച ആനകളുടെയും കടുവകളുടെയും ആവാസ വ്യവസ്ഥയാണ്. ഈ കുറഞ്ഞു ഉയർന്ന പുൽമേടുകളാണ്. ഈ മനുഷ്യവാസം കൂടുതലുള്ളത് നമ്മുടെ വയനാടൻ കാടുകളിലുമാണ്. അതോടൊപ്പം തന്നെ ഇതൊരു ചെറിയൊരു ചരിവുണ്ട്. അപ്പോൾ ആ പ്രദേശങ്ങൾ വരണ്ട പ്രദേശങ്ങളാണ്. ഈ കർണാടകത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും പ്രദേശങ്ങൾ താരതമ്യേന വരണ്ട പ്രദേശങ്ങളായതുകൊണ്ട് ഒരു വേനൽക്കാലത്ത് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു മൈഗ്രേഷൻ കൂടുതൽ ആർദ്രതയുള്ള കേരളത്തിൻ്റെ പ്രദേശങ്ങളിലേക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മൃഗങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടുകളാണ്. മൃഗത്തിന് ഇപ്പോൾ അങ്ങനെ ഒരു ബൗണ്ടറി ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവർ സഞ്ചരിക്കുന്ന ഒരു വലിയൊരു പ്രദേശം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞന്മാർ എപ്പോഴും പറയുന്നത് ഈ നമ്പറിൽ അവരൊരിക്കലും ഊന്നൽ കൊടുക്കില്ല, മറിച്ച് എണ്ണം പറയരുതെന്നാണ് ശാസ്ത്രം പറയുന്നത്, ഈ വന്യജീവി ശാസ്ത്രം പറയുന്നത്. നേരെ മറിച്ച് സാന്ദ്രത, ഡെൻസിറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ കടുവയുടെ കേസിൽ പറയുകയാണെങ്കിൽ 100 കിലോമീറ്ററിന് ഉൾക്കൊള്ളാവുന്ന എത്ര കടുവകൾ എന്നാണ്. അത് മഴക്കാടിൽ കുറവായിരിക്കും. പക്ഷേ ഇത്തരം പ്രദേശം ഇപ്പോൾ കാന, സെൻട്രൽ ഇന്ത്യൻ ഹൈലാൻഡ്സ് എന്ന് പറയുക, ജിം കോർബറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന വയനാടൻ ആ ഒരു പ്രദേശം, ആ ലാൻഡ്സ്കേപ്പ്, മൈസൂർ പ്ലേറ്റോ എന്നൊക്കെ വിളിക്കുന്ന ആ പ്രദേശത്ത് ഇത് വളരെ കൂടുതലാണ്. അതായത് 10 മുതൽ 12 വരെ കടുവകൾ ഒരു 100 ചതുരശ്ര കിലോമീറ്ററിൽ വരാമെന്നാണ്. 100 ചതുരശ്ര കിലോമീറ്ററിൽ 10 മുതൽ 12 വരെ. എന്നാൽ മഴക്കാടിൽ ഇത് കുറയും. മഴക്കാടിൽ ചിലപ്പോൾ 2 കടുവയൊക്കെ ആയിരിക്കും. പെരിയാറിലൊക്കെ വളരെ കുറവാണ്. കാരണം മഴക്കാടിന് അതിൻ്റെ കാരണം എന്ന് വിളിക്കുന്നത് പ്രേബേസാണ്. കാരണം മഴക്കാടിൽ നമ്മൾ കാട്ടിൽ സഞ്ചരിച്ചു കഴിഞ്ഞാലും ഈ പ്രേബേസ് കാണുന്നത് വളരെ കുറവാണ്. അത് വളരെ സ്കാറ്റേഡാണ്. അതാണ്. പക്ഷേ ഇത്തരം ഈ പുൽമേടുകളിൽ ഇതിൻ്റെ സാന്ദ്രത വളരെ കൂടുതലായിരിക്കും. ഇന്ന് വയനാട് ഏതാണ്ട് 7-നും 8-നും ഇടയ്ക്കൊക്കെയാണ് ഈ കടുവയുടെ സാന്ദ്രത. അപ്പോൾ അതൊരു സ്റ്റേബിൾ പോപ്പുലേഷനാണ്. നമ്മളെപ്പോഴും വറീഡാവുന്നത് ഈ പോപ്പുലേഷൻ വല്ലാതെ കുറയുമ്പോഴോ വല്ലാതെ കൂടുമ്പോഴോ എന്നുള്ളതാണ്. ഇനി അവിടെ നടക്കുന്ന ഒരു ഡൈനാമിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടുവയുടെ ഒരു ഓപ്പറേഷണൽ സ്പേസ് എന്ന് വിളിക്കുന്നത് ഈ 4500 അപ്പോൾ അതിനൊരു മീസോ ലാൻഡ്സ്കേപ്പ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഒരു കടുവയുടെ ഒരു പോപ്പുലേഷനെ നമുക്കൊരു പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒരു ജില്ലാ അടിസ്ഥാനത്തിലോ നമുക്ക് അതിനെ തിരിക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങനെയാണ് നമ്മുടെ ഒരു ഭാവന, അങ്ങനെയാണ് പലപ്പോഴും സഞ്ചരിക്കുന്നതെങ്കിലും കടുവയ്ക്കൊരു മീസോ ലാൻഡ്സ്കേപ്പ് എങ്കിലും വേണം. അതാണ് ഒന്നാമത്തെ ഒരു വസ്തുത വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഇത് എണ്ണം കാണിക്കുമ്പോൾ പ്രശ്നം വരും. ഇപ്പോൾ നമ്മുടെ ഓഫീസിന് മുമ്പിൽ, ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഓഫീസിന് മുമ്പിൽ ഒരു ക്യാമറ വെച്ചു.
അപ്പോൾ ആ ക്യാമറയിൽ ഒരു ദിവസം മുഴുവൻ നമ്മൾ പടം പിടിക്കുകയാണെങ്കിൽ അന്ന് അവിടെ ജോലിക്ക് വരുന്ന റെഗുലറായിട്ടുള്ള നിങ്ങൾ ഒരു 10 പേരാണ് അവിടുത്തെ സ്ഥിര ജീവനക്കാരെങ്കിൽ അവരുടെ പടം പിടിക്കും. നിങ്ങളെ കാണാൻ വരുന്ന ഞാനൊരു ഫ്രണ്ടായിട്ട് അവിടെ വരികയാണെങ്കിൽ എൻ്റെ പടവും പിടിക്കും. അങ്ങനെ ഒരു 50 പേര് വന്നിട്ടുണ്ടെങ്കിൽ 50 പേരെയും പിടിക്കും. അപ്പോൾ മൊത്തം ഒരു ദിവസം എത്ര പേര് വന്നെന്ന് ചോദിച്ചാൽ 60 പേരോ. ഈ 60 പേരാണ് അന്ന് ആ പ്രദേശം യൂസ് ചെയ്തത്. പക്ഷേ അവിടുത്തെ സ്ഥിരവാസം ഉള്ള ആളുകൾ എത്ര പേരാണ്? 10 ആണ്. ഇതാണ് റെസിഡൻറ്റ് മൈഗ്രേറ്ററി എന്ന് പറയുന്നത്. ഈ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. ഈ ലാൻഡ്സ്കേപ്പിൽ ഇങ്ങനെ കടുവകൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ പഴയ കോൺസെപ്റ്റ് 5 കിലോമീറ്ററിന് ഒരു സ്ക്വയർ കിലോമീറ്റർ ഒരു ടെറിട്ടറി എന്നൊക്കെ വിളിക്കുന്നത് ഇന്ന് ആ തത്വങ്ങളൊക്കെ മാറുന്നുണ്ട്. വളരെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നു, ചിലപ്പോൾ കൂട്ടത്തോടെ കാണുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വിളിക്കുന്നത് നല്ലപോലെ റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ കുട്ടിക്കടുവകൾ ധാരാളം നടക്കുന്നുണ്ട്. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ആവാസ വ്യവസ്ഥയുടെ ചിഹ്നം കൂടിയാണത്. അത് നമ്മുടെ പുഴയുടെയൊക്കെ ആരോഗ്യമായിട്ടും ബന്ധമുണ്ട്. കാരണം ഈ കടുവകളില്ലാതെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ പുല്ല് തിന്നുന്ന ജീവികൾ വർദ്ധിക്കുകയും അങ്ങനെ ഉണ്ടാകുന്ന വലിയ പാരിസ്ഥിതിക ആഘാതങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇതിനെ ഒരു അപ്പെക്സ് ലെവലിൽ ഭക്ഷ്യശൃംഖലയുടെ മേലെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഒരു സന്തുലിതാവസ്ഥ എപ്പോഴും വേണം. പക്ഷേ ഇപ്പോൾ വയനാടൻ പ്രദേശത്ത് മാത്രം തന്നെ നമ്മുടെ ഒരു കണക്കനുസരിച്ച് കഴിഞ്ഞൊരു 10 വർഷത്തെ നമ്മുടെ അറിയാവുന്ന 10-15 വർഷത്തെ കണക്കനുസരിച്ചിട്ട് ഒരു വർഷം ശരാശരി ഒരു 5 മുതൽ 10 വരെ കടുവകൾ കുട്ടിക്കടുവകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊരു 1 വർഷം മുതൽ 2 വർഷം വരെ ഈ കുട്ടിക്കടുവകൾ എപ്പോഴും അമ്മയുടെ കൂടെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവർ സ്വന്തമായിട്ട് സ്വതന്ത്ര സഞ്ചാരികളാവുകയും സ്വന്തം ഇടങ്ങൾ തേടി പോവുകയും ചെയ്യും. അതൊരു വളരെ വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു ഫേസാണ്. കാരണം മിക്കവാറും പ്രദേശത്തൊക്കെ ഏതെങ്കിലും കടുവയുടെ ഒരു ടെറിട്ടറി ആയിരിക്കും. പിന്നെ കടുവ മിക്കവാറും ഒരു 8 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഇവന് വയസ്സാവാൻ തുടങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെയല്ല, ഇതിൻ്റെ ഒരു കണക്കിൽ ഇതിൻ്റെ കാര്യം വലിയ കഷ്ടമാണ്. ഇത് പ്രതാപശാലിയൊക്കെ ആണെങ്കിലും 15 മുതൽ 20 തവണയൊക്കെ ശ്രമിക്കുമ്പോൾ ഒരു ഇര കിട്ടുക. ആ പ്രോസസ്സിൽ വല്ല പല്ലോ നഖോ ഒക്കെ ഇഞ്ചുറി ആയി കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ 8 വയസ്സ് കഴിയുമ്പോഴേക്കും അതൊക്കെ സംഭവിച്ചു തുടങ്ങും. പല്ല് തേയാൻ തുടങ്ങും, നഖം പോകാറുണ്ടാവും. അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കുട്ടിക്കടുവകൾ ചെല്ലുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു കടുവയുണ്ട്, റെസിഡൻറ്റ് കടുവയുണ്ട്, അവനുമായിട്ടൊന്ന് മുട്ടി നോക്കും. അത് മുട്ടിച്ചപ്പോൾ അവൻ ആരാണ് ശക്തിമാൻ അവനൊരു വാഴുക എന്നുള്ള പ്രകൃതിയുടെ നിയമമാണ്. ചില കേസിൽ ഭയാനകമായിട്ടുള്ള യുദ്ധങ്ങൾ നടക്കും. ആ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഒരു അനുഭവം വയനാട്ടിലൊരു 50% കടുവകൾ ഇങ്ങനെ ഒരു 10 ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ 50% മരണം സംഭവിക്കുന്നുണ്ട്. അത് കാട്ടിനകത്ത് തന്നെയായിരിക്കും മിക്കവാറും സംഭവിക്കുക. ചില കേസിൽ മരണം സംഭവിക്കാതെ വല്ലാതെ ഇഞ്ചേർഡ് ആയതും അല്ലെങ്കിൽ ഈ പ്രായാധിക്യം വന്ന കടുവകൾ ഈ പെരിഫറിയിലേക്ക് തള്ളപ്പെടും. അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ഈ പെരിഫറി എന്ന് വിളിക്കുന്നത് നമ്മുടെ ആളുകളും താമസിക്കുന്ന ഒരു പ്രദേശമായിരിക്കും. അപ്പോൾ ഇവൻ എപ്പോഴും നോക്കി പോകുന്നത് കാട്ടിൽ ഇരപിടിക്കാനുള്ള മൃഗങ്ങൾ ഇരപിടിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവില്ല. അപ്പോൾ നോക്കുന്നത് കുറച്ചും കൂടെ എളുപ്പമുള്ള ജീവികളെ പിടിക്കാൻ നോക്കും. അതായിരിക്കും മിക്കവാറും നമ്മുടെ അതിൻ്റെ കാടിൻ്റെ ഫ്രിഞ്ചിലൊക്കെ മേയുന്ന പശുക്കളോ ആടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ആക്രമിക്കാനുള്ളൊരു ടെൻഡൻസി വരുന്നു. അതും സാധിച്ചില്ലെങ്കിലാണ് പിന്നീട് ഒരു മനുഷ്യൻ്റെ നേർക്ക് ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 4-5 കടുവകളാണ് എല്ലാ വർഷവും നമ്മൾ ഈ വയനാടൻ പ്രദേശത്ത് ഈ രീതിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിനെ പിടിച്ചു മാറ്റാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 വർഷത്തിനുള്ളിൽ വയനാട് നിന്ന് ഒരു 20ഓളം കടുവകളെ ഇത്ര രീതിയിൽ മുറിവ് പറ്റിയതും ഒരു പ്രായാധിക്യം വന്നതും അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന കടുവകളെ വനംവകുപ്പ് പിടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊരു നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇതാണ് വയനാടിലെ സംഘർഷത്തിൻ്റെ ഒരു കാരണം. അപ്പോൾ ഇതിൻ്റെ പരിഹാരത്തിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രശ്നം അറിയണം. ഇതൊരു സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ വയനാടിൻ്റെ ഉൾക്കാട്ടിലുള്ള വയലുകൾ എന്ന് വിളിക്കുന്ന ചതുപ്പ് പ്രദേശങ്ങളുണ്ട്. ഈ ചതുപ്പുകളാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ ആവാസ വ്യവസ്ഥ. അവിടെയാണ് ഈ സസ്യബുക്കുകളായ ജീവികൾ മുഴുവൻ മേയുന്നത്. അതിനെന്തെങ്കിലും ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന് പിന്നെ വേറെ വഴിയില്ല. മൃഗങ്ങൾ വെളിയിൽ വരികയും മാർഗമുള്ളൂ. പിന്നെ നമ്മൾ മേയാൻ അയക്കുന്ന കന്നുകാലികൾ ചിലപ്പോൾ ഉള്ളിലേക്ക് കയറാൻ ചെന്നാൽ അതും ഒരു അട്രാക്ഷനായിട്ട് മാറുന്ന ഒരവസ്ഥ വയനാട്ടിൽ കാണാറുണ്ട്. ഇങ്ങനെ പല കാരണം കൊണ്ടാണ് ശരിക്കും ഈ പ്രശ്നം ഉണ്ടാവുന്നത്. പക്ഷേ അതേസമയം തന്നെ നമ്മൾ ആ ലാൻഡ്സ്കേപ്പ് എടുത്ത് നോക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഇതിന് ഉൾക്കൊള്ളാവുന്ന ലെവലിലേക്ക് ഇത് മാറിയിട്ടില്ല. കാരണം അത്തരം പ്രദേശങ്ങളിൽ മനുഷ്യവാസം ഇല്ല. പക്ഷെ പ്രാദേശികമായിട്ട് കൂടുതൽ അനുഭവപ്പെടുന്നത് ഇത്തരം പ്രദേശങ്ങളിലാണ്. ഇങ്ങനെ ഒരു എന്താ പറയുക സിമെട്രിക്കലായിട്ട് ചില സമയത്ത് അനുഭവപ്പെടുന്നതാണ് കടുവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടുതൽ നമ്മൾ വയനാട് അനുഭവിക്കുന്നത്. ഇത് നമ്മൾ വളരെ എന്താ പറയുക, നമ്മൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. ഭീതി ഉണർത്തുന്നത്, കുട്ടികളെ വീട്ടിലയക്കുന്ന ഒരു കുടുംബത്തിന് ഭീതി ഉണർത്തുന്നതാണ്. പക്ഷേ അതിൻ്റെ സങ്കീർണതയിൽ നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്കതിൻ്റെ പരിഹാരവും പറ്റുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ ഏതാണ്ട് കാടിനകത്ത് 750ഓളം സെറ്റിൽമെൻറ്റുകളുണ്ട്, മനുഷ്യവാസ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ അത് പണ്ടൊക്കെ എന്ന് വെച്ചാൽ അത്രയധികം സഞ്ചാരമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ്, അത്രയും വികസിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് മിക്കവാറും റോഡുകളായി, വാഹനങ്ങളായി, അതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ
നാഗരികതയുടെ സൂചകങ്ങളാണ്, പുരോഗതിയുടെ സൂചകങ്ങളാണ്. പക്ഷേ ഇതെല്ലാം തന്നെ ഈ സമ്പർക്കം കൂട്ടുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടെ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ട്രൈബൽ സെറ്റിൽമെന്റ്സ് ആണ് ഈ അല്ല അല്ല ട്രൈബൽ സെറ്റിൽമെൻറ്റ്സും അല്ലാത്തതുണ്ട്. തോട്ടങ്ങളുണ്ട്, സ്വകാര്യ അല്ലെങ്കിൽ നോൺ ട്രൈബൽ ആയിട്ടുള്ള ആളുകളുടെ സെറ്റിൽമെൻറ്റ്സ് ഉണ്ട്, ട്രൈബൽ സെറ്റിൽമെൻ്റ് ഉണ്ട്. ഒരു 350ഓളം ട്രൈബൽ സെറ്റിൽമെൻറ്റുകളും കാട്ടിനകത്തുണ്ട്. അപ്പോൾ ആ പെരിഫറി കൂടുകയാണ് ഈ പറയുന്ന രീതിയിൽ. ആളുകൾ കൂടുതൽ വിദ്യാഭ്യാസ ഇന്ററാക്ഷനുള്ള സ്കോപ്പ് ഈ സെറ്റിൽമെന്റ്